വലിയ നോമ്പിലെ 40-ാം വെള്ളിയാഴ്ച കഴിഞ്ഞു വരുന്ന ശനിയാഴ്ചയാണ് കൊഴുക്കട്ട ശനി അഥവാ ലാസറിൻ്റെ ശനി, ലാസറസ് സാറ്റർഡേ എന്നറിയപ്പെടുന്നത്. മരിച്ചവരിൽ നിന്ന് താൻ ഉയർപ്പിച്ച ലാസർ താമസിച്ചിരുന്ന ബഥാനിയായിലേക്ക് പെസഹായ്ക്ക് 6 ദിവസം മുൻപ് യേശു വന്നു. അവർ അവന് അത്താഴമൊരുക്കി. യോഹന്നാൻ 12:1-2. പെസഹായ്ക്ക് 6 ദിവസം മുൻപ് ജെറുസലേമിലേക്കുള്ള യാത്രയ്ക്കിടയിൽ യേശു ലാസറിൻ്റെ ഭവനത്തിലെത്തുമ്പോൾ ലാസറിൻ്റെ സഹോദരിമാരായ മർത്തായും മറിയവും തിടുക്കത്തിൽ മാവ് കുഴച്ചുണ്ടാക്കിയ വിഭവം കൊണ്ട് ഈശോയ്ക്ക് വിരുന്ന് നൽകി. വലിയ വിരുന്നായ പെസഹായ്ക്ക് മുൻപ് ഈശോ ഭക്ഷിച്ച അവസാന വിരുന്നായിരുന്നു അത്. ആ വിരുന്നിൻ്റെ അനുസ്മരണമായാണ് പരമ്പരാഗത രീതിയിൽ അരിപ്പൊടി കൊണ്ട് കൊഴുക്കട്ട ഉണ്ടാക്കി കൊഴുക്കട്ട ശനിയായി ആചരിക്കുന്നത്. പ്രധാനമായും സീറോ മലബാർ സഭ, സീറോ മലങ്കര സഭ, ഓർത്തഡോക്സ് സഭ, മാർത്തോമ സഭ, കിഴക്കിൻ്റെ അസീറിയൻ സഭ തുടങ്ങിയ പൗരസ്ത്യ സഭകളിലാണ് കൊഴുക്കട്ട ശനി വലിയ പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്നത്. ലാസറിൻ്റെ ശനി എന്നറിയപ്പെടുന്ന ഈ ദിവസം പള്ളികളിൽ യേശു ലാസറിൻ്റെ ഭവനം സന്ദർശിക്കുന്ന സുവിശേഷ ഭാഗമാണ് വായിക്കുന്നത്.